2020 ക്രിക്കറ്റിൽ വലിയ സന്തോഷമാണ് ഇന്ത്യക്കുണ്ടായത്. ലോകകപ്പിൽ ഇന്ത്യ സെമിയിൽ എത്തിയിരിക്കുകയാണ്. സൂപ്പർ 8-ലെ നിർണായക മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. നോക്കൂ, ഏറ്റവും അഭിമാനമായത് സഞ്ജു സാംസന്റെ തകർപ്പൻ പ്രകടനം തന്നെയാണ്. 97 റൺസെടുത്ത് പുറത്താകാതെ നിന്ന സഞ്ജു കളിയിലെ താരമായി. ഗീസ് പീറ്ററാണ് ചേരുന്നത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഗീസ്, ക്ലാസിക് എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറം എന്ന് പറയണം. വിമർശകർക്കുള്ള ഒരു മറുപടി കൂടിയാണ് സൂപ്പർ പോരാട്ടത്തിലൂടെ, ഒരു ഗംഭീര ഇന്നിംഗ്സിലൂടെ സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. 3 റൺസിന് സെഞ്ചുറി നഷ്ടമായില്ലേ എന്ന് നമുക്ക് തോന്നാം, പക്ഷേ ഇതൊരു സെഞ്ചുറിയോളം തന്നെ മികവുള്ളതാണ് സഞ്ജുവിന്റെ ഇന്നിംഗ്സ് അല്ലേ? വിനീത, തീർച്ചയായിട്ടും സെഞ്ചുറിയോളം മികവുള്ള ഒരു ഇന്നിംഗ്സ് തന്നെയാണ് സഞ്ജുവിൻ്റെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായത്. കാരണം വളരെ നിർണായകമായ മത്സരമാണ്. ആര് ജയിക്കും, അവർ സെമിയിലേക്ക് പ്രവേശിക്കും അല്ലെങ്കിൽ സെമിയിലേക്ക് ടിക്കറ്റ് എടുക്കും, ആ രീതിയിലേക്ക് പോയ മത്സരത്തിലാണ് മലയാളി താരമായ സഞ്ജുവിൻ്റെ ഒരു മിന്നും പ്രകടനം എടുത്തു പറയേണ്ടത്. കാരണം ലോകകപ്പിൽ സഞ്ജുവിന് വലിയ വിമർശനമുണ്ടായിരുന്നു. 2 തവണ മത്സരിപ്പിച്ചപ്പോഴും കാര്യമായിട്ടുള്ള പ്രകടനം ഒന്നും തന്നെ സഞ്ജു സാംസൺ കാഴ്ചവെച്ചില്ല എന്നുള്ള വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. ഗംഭീറിനെയൊക്കെ പഴിചാരുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെന്തായാലും കൃത്യമായ മറുപടി സഞ്ജു നൽകിയിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി മധുരമാണ്. ഇന്ത്യ സെമിയിൽ പ്രവേശിക്കുന്നു, അതൊരു മലയാളിയുടെ ഇന്നിംഗ്സിലൂടെ ഇന്ത്യ സെമിയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു എന്നത് തന്നെയാണ് ആ ഇരട്ടി മധുരത്തിനുള്ള കാരണം കൂടി. എന്തായാലും വെസ്റ്റ് ഇൻഡീസ് ശക്തരായ ടീമായിരുന്നു. അത് പ്രതീക്ഷ ശക്തമായ മത്സരവും ഇന്നലെ കാഴ്ചവെക്കാനായിട്ട് വെസ്റ്റ് ഇൻഡീസിനും സാധിച്ചു. കാരണം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് 196 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 195 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് നേടി. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് താളം തെറ്റിയെങ്കിലും ഒരു വിക്കറ്റൊക്കെ 41 റൺസിൽ തന്നെ 2 വിക്കറ്റുകൾ വീഴുന്നു. പവർ പ്ലേയിൽ ഒരു 50 റൺസിൽ മാത്രം നിൽക്കുമ്പോൾ ചെറിയ ഭയപ്പാടൊക്കെ ഇന്ത്യൻ ആരാധകർക്കുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു നിരാശയും നൽകാതെ അല്ലെങ്കിൽ യാതൊരുവിധ ആത്മവിശ്വാസക്കുറവുമില്ലാതെ ക്രീസിൽ നിലയുറപ്പിച്ച സഞ്ജു സാംസന്റെ ഇന്നിംഗ്സ് അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പിന്നാലെ സഞ്ജുവിന് പിന്തുണയുമായി സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ഒക്കെ തന്നെ ബാറ്റ് കൊണ്ട് ഒരു സപ്പോർട്ട് നൽകി എന്നത് തന്നെ. അഭിനന്ദന പ്രവാഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവിനെ കളി നയിച്ച് ജയിപ്പിച്ചത് സഞ്ജു സാംസൺ തന്നെയാണ് എന്ന് പറയണം. അങ്ങനെ ക്ലാസിക് ഒരു ഇന്നിംഗ്സിലൂടെ 2020 ലോകകപ്പിന്റെ സെമിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇന്ത്യയെ സഞ്ജു സാംസൺ.